കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാർ തുടരുന്ന ഗുരുതരമായ അനാസ്ഥയെ സംബന്ധിച്ച്, കൃത്യവിലോപത്തെ സംബന്ധിച്ച്, നിരുത്തരവാദപരമായ പെരുമാറ്റത്തെ സംബന്ധിച്ച് ഉദ്ഘാടകൻ വിശദീകരിച്ച് കഴിഞ്ഞു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിരവധി സഖാക്കൾ കടലിനെ നേരിട്ടറിയാവുന്ന മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച് അനുഭവ പാരമ്പര്യമുള്ള നിരവധി പേർ ഈ സമരത്തിന്റെ ഭാഗമായി നമുക്കൊപ്പം ഉണ്ട്. മുൻ ജില്ലാ പ്രസിഡന്റും സെക്രട്ടേറിയറ്റ് മെമ്പറുമായ സഖാവ് അനൂപാകട്ടെ, ചാലയിലെ സഖാക്കൾ ആദർശും സമ്പത്തുമാകട്ടെ, ആറ്റിങ്ങലിലെ സഖാവ് വിഷ്ണുവും സുഖിലുമാകട്ടെ, പാറശാലയിലെ പ്രിയപ്പെട്ട സഖാവ് ആദർശും രാഹിലുമാകട്ടെ, മംഗലപുരത്തെ സഖാവ് ആസിഫാകട്ടെ, കടലിന്റെ ജീവിതാനുഭവങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുള്ളവരാണ്. ദീർഘകാലം എന്റെ പിതാവ് ഈ പേട്ട ചന്തയിൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ യൂണിയൻ പ്രവർത്തനം നടത്തി അനുഭവമുള്ളവരാണ്. ഈ അനുഭവക്കരുത്തിൽ നിന്നുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് വസീഫ് കോഴിക്കോട്ട് ദീർഘകാലം ഈ രംഗത്ത് അനുഭവവും പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ കുടുംബാംഗങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. രക്തസാഹോദര്യം പോലെ വിശുദ്ധമായ ആത്മബന്ധം അവരുമായി ഞങ്ങൾക്കുണ്ട്. മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തെ സംസ്ഥാന സർക്കാർ ഗൗരവത്തിലെടുക്കണം, ഗൗരവതരമായ നടപടികൾ സ്വീകരിക്കണം. നാവികസേനയെ ഇറക്കിക്കൊണ്ട് ഇതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തുടക്കം മുതൽ അമാന്തം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾ ഏതാണ്ട് 23 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പോയി ഈ തെരച്ചിലിന് നേതൃത്വം കൊടുത്തിട്ടും സംസ്ഥാന ഗവൺമെന്റ് ഉണർന്നില്ല. 18 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് ഇപ്രകാരം ഒരു സംഭവം ഉണ്ടായാൽ കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് ആദ്യഘട്ടത്തിൽ തന്നെ നടപടി സ്വീകരിക്കാമായിരുന്നു. എന്നാൽ നടപടി സ്വീകരിച്ചില്ല. ഇത്രയും ദൂരത്തേക്ക് തങ്ങളുടെ ബോട്ടുകൾ കൊണ്ടുപോയി, തങ്ങളുടെ വള്ളങ്ങൾ കൊണ്ടുപോയി ഈ തിരച്ചിൽ നടത്തിയ മത്സ്യത്തൊഴിലാളികളുടെ ജാഗ്രത, അവരുടെ ഉത്തരവാദിത്ത ബോധം ഒരു സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് കാട്ടണ്ടേ? ഇതുവരെ കാട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, കോസ്റ്റൽ ഗാർഡ് എവിടെയാണ്? ഏതാണ്ട് 10 നോട്ടിക്കൽ മൈലിനപ്പുറത്തേക്ക് കോസ്റ്റൽ ഗാർഡിന് പോകാൻ സാധിച്ചോ? കപ്പലിനെ വിളിച്ചു വരുത്തണ്ടേ? കപ്പലിന്റെ അടിയന്തരമായ നടപടികൾ അവിടെ സ്വീകരിക്കണ്ടേ? സംസ്ഥാന ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികളോട്, തീരദേശ മേഖലയോട് കാട്ടുന്ന ഈ അവഗണന ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.